6-ാം നൂറ്റാണ്ടിലെ ആശയങ്ങൾ പേറി നടക്കുന്ന കാടന്മാരെന്ന് വിളിക്കുന്ന ഏതോ നൂറ്റാണ്ടിൽ ജീവിച്ച് അന്ധവിശ്വാസികളെന്ന് നമ്മളെ കളിയാക്കുന്നവരോട് അള്ളാഹു നമ്മളെ ഓർമ്മപ്പെടുത്താണ്, കുൻതും ഖൈറ ഉമ്മ, നിങ്ങളാണ് ഏറ്റവും ഉത്തമമായ സമുദായം. സഹോദരങ്ങളെ, അത് മുഹമ്മദ് എന്ന പേര് കൊണ്ട് കിട്ടൂല, ഫാത്തിമ, ഖദീജ, ജസ്ല എന്ന പേര് കൊണ്ടല്ല നമ്മൾ ഉന്നതമാകുന്നത്. കുൻതും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി പുറപ്പെടുവിക്കപ്പെട്ട ഏറ്റവും ഉത്തമ സമുദായമാണ് നിങ്ങൾ. അതെപ്പോഴാണ് സഹോദരങ്ങളെ? തഅ്മുറൂന ബിൽ മഅറൂഫ്, നന്മ കൊണ്ട് കൽപ്പിക്കുക, വതൻഹൗന അനിൽ മുൻകർ, മോശമായ കാര്യങ്ങൾ വിരോധിക്കുമ്പോൾ, ദുരാചാരങ്ങളെ വിരോധിക്കുമ്പോൾ, സദാചാരം കൽപ്പിക്കുമ്പോഴാണ് നിങ്ങൾ ഏറ്റവും ഉത്തമന്മാരാകുന്നത്. പേര് കൊണ്ടല്ല നമ്മൾ ഉത്തമന്മാരാവും. ഈ സമുദായത്തെ ഏറ്റവും ഉത്തമ സമുദായം, ജനങ്ങൾക്ക് വേണ്ടി പുറപ്പെടുവിക്കപ്പെട്ട ഏറ്റവും ഉത്തമ സമുദായമാണ് നിങ്ങളെന്ന് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ അള്ളാഹു വിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുമ്പോൾ അവിടെ ഏൽപ്പിക്കപ്പെടുന്നത് വലിയ ഉത്തരവാദിത്തമാണ്. ഒരു അലങ്കാരമായിട്ടല്ല നിങ്ങൾ ഉത്തമ സമുദായമാണ് എന്ന് നമ്മളോട് പറഞ്ഞത്, ഒരു ഉത്തരവാദിത്തമായിട്ടാണ്. എന്താണ് ആ ഉത്തരവാദിത്തം? സദാചാരം കൽപ്പിക്കുന്ന, നന്മ കൽപ്പിക്കുന്ന, നന്മയിലേക്ക് ക്ഷണിക്കുന്ന, തിന്മ വിരോധിക്കുന്ന, തിന്മയെ തൊട്ട് താക്കീത് ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ, അവരാണ് വിശ്വാസികൾ കേട്ടോ. വതുഅ്മിനൂന ബില്ലാഹ്, അതല്ലാത്ത കുറെ ആളുകൾ ഇവിടെ ഉണ്ട്, നന്മയിലേക്ക് കൽപ്പിക്കുന്ന, തിന്മ വിരോധിക്കുന്ന മറ്റാളുകൾ ഇവിടെ ഉണ്ട്. പക്ഷേ അവരില്ലാത്തൊരു വ്യത്യാസം നമുക്കുന്നുണ്ട്. എന്താണ്? വതുഅ്മിനൂന ബില്ലാഹ്, അല്ലാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ ഒരു അള്ളാഹു നമുക്ക് നൽകിയ ഉത്തരവാദിത്തമാണത്, ഒരു അലങ്കാരമല്ല. ഖൈറ ഉമ്മ എന്ന പദം, നിങ്ങൾ ഏറ്റവും ഉത്തമ സമുദായമാണ് എന്ന പദം, അതൊരു അലങ്കാരമായി കിട്ടിയതല്ല. അത് നമ്മൾ ഏൽപ്പിച്ചപ്പെട്ട ഉത്തരവാദിത്തം നിർവഹിക്കുമ്പോഴാണ് നമ്മൾ ഏറ്റവും ഉത്തമ സമുദായമായി മാറുന്നത്. അള്ളാഹു ഹുവജ്തബാക്കും, അവൻ നിങ്ങളെ തെരഞ്ഞെടുത്തു, നിങ്ങളെ മുസ്ലിങ്ങളെ തെരഞ്ഞെടുത്തു. വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്, ഈ 6-ാം നൂറ്റാണ്ടിലെ ആശയമെന്ന് പറഞ്ഞ് ആളുകൾ കളിയാക്കുന്ന ഈ പ്രാകൃത മതം, ആ പ്രാകൃത മതത്തിൽ അള്ളാഹു ഒരു പ്രയാസവും ഈ ദീനിൽ അള്ളാഹു നിങ്ങൾക്ക് നിശ്ചയിച്ചിട്ടില്ല എന്നാണ്. വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്, ഒരു പ്രയാസം ഈ മതത്തിലില്ല. ഈ മതം എന്തൊക്കെ നിങ്ങളോട് കൽപ്പിക്കുന്നുണ്ടോ അതൊക്കെ മനുഷ്യന്റെ എളുപ്പത്തിന് വേണ്ടിയാണ്, സൗകര്യത്തിന് വേണ്ടിയാണ്, സമൂഹമായി ജീവിക്കുന്ന മനുഷ്യന്റെ ജീവിതം എളുപ്പമാക്കാൻ വേണ്ടിയാണ് ചില കാര്യങ്ങളെ അള്ളാഹു ഹലാലാക്കിയത്, ചില കാര്യങ്ങളെ അള്ളാഹു ഹറാമാക്കിയത്. അത് നമ്മുടെ നന്മക്ക് വേണ്ടിയാണ്. നമ്മളെ സൃഷ്ടിച്ച, നമ്മളെ സംവിധാനിച്ച, നമ്മുടെ വികാരങ്ങളെ രൂപപ്പെടുത്തുന്ന, നമ്മളെ ബ്രെയിനിനെ ഡെവലപ്പ് ചെയ്ത, അതിന്റെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത അള്ളാഹുവാണ് നമുക്ക് നിയമമുണ്ടാക്കി തന്നത്. അള്ളാഹുവിന്റെ ഹലാലുകളും ഹറാമുകളും അതൊരു പ്രയാസത്തിനുള്ളതല്ല. വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്, ഈ മതത്തിൽ ഒരു പ്രയാസവും അവൻ നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടില്ല എന്നാണ്. എന്നിട്ടോ മില്ലത അബീക്കും ഇബ്രാഹിം, ഓർമ്മപ്പെടുത്തുകയാണ്, മില്ലത അബീക്കും ഇബ്രാഹിം, നിങ്ങളുടെ പിതാവായ ഇബ്രാഹിമിന്റെ മാർഗമാണത്. എന്താണ് സഹോദരങ്ങളെ ഇബ്രാഹിമിന്റെ മാർഗം? മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ജീവിതത്തിൽ ഒട്ടേറെ പ്രതിസന്ധികളിലൂടെ കടന്നുപോയ മനുഷ്യനാണ്. ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ സ്നേഹമുള്ള മാതാപിതാക്കളിൽ പരീക്ഷിക്കപ്പെട്ടവൻ, ഭാര്യയുടെയും സന്താനത്തെയും വിഷയത്തിൽ ജീവിതത്തിന്റെ വാർദ്ധക്യത്തിൽ ഒരു കുഞ്ഞു ലഭിക്കുകയും ആ കുഞ്ഞിനെയും ഉമ്മയെയും ആരോരുമില്ലാത്ത ഒരു സ്ഥലത്ത് ഉപേക്ഷിച്ച് പോകണമെന്ന് പറയുമ്പോൾ, ഇന്ന് കുട്ടീനെ നിങ്ങൾ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ കുട്ടീനെ സ്കൂളിൽ നിന്ന് എടുക്കണം എന്ന് പറഞ്ഞിട്ട് ബസ്സാരനോട് വിളിച്ചിട്ട് ഇന്ന് നിങ്ങൾ കുട്ടീനെ പിക്ക് ചെയ്യേണ്ട, ഞാൻ എടുത്തോണ്ട് എന്ന് നമ്മൾ